നമസ്കാരം. ഇന്ത്യ ഇതിനോടകം തന്നെ 100-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2023-2024 കാലയളവിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയത് അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയുമാണ്. 2029ഓടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയെന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഈ അടുത്താണ്. അതിനിടയിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ഇന്ത്യയുടെ വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ട ബ്രഹ്മോസ് മിസൈലുകൾക്ക് രാജ്യാന്തര ആയുധ വിപണിയിൽ ആവശ്യക്കാരേറുന്നു എന്നതാണത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും റഷ്യയുടെ NPOMഉം സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. കുറഞ്ഞത് 3 രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ട്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ നൽകുന്നതിന് വിയറ്റ്നാം, ഇന്തോനേഷ്യ, UAE എന്നീ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് ബ്രഹ്മോസ് എയറോസ്പേസ് MD അലക്സാണ്ടർ ബി മക്സിച്ചേവ് വെളിപ്പെടുത്തിയത്. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ 3 രാജ്യങ്ങളുമായും ബ്രഹ്മോസ് മിസൈൽ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ അലക്സാണ്ടർ ബി മക്സിച്ചേവ് ഈ രാജ്യങ്ങളുമായുള്ള ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ പക്ഷേ തയ്യാറായില്ല. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു. 37.49 കോടി ഡോളറിനാണ്, അതായത് ഏകദേശം 2,800 കോടി രൂപയ്ക്കാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങിയത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്ക്വ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത്. മാക് 2.8 മുതൽ 3.0 വരെയാണ്, അതായത് ശബ്ദ വേഗതയുടെ 2.8 ഇരട്ടി മുതൽ 3.3 ഇരട്ടി വരെയാണ് ബ്രഹ്മോസിന്റെ വേഗത. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും വിക്ഷേപിക്കാനാകും എന്നതാണ് ഈ ക്രൂയിസ് മിസൈലിനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ്. വകഭേദങ്ങൾക്കനുസരിച്ച് 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേദ തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുത്വം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിനു ശേഷം സഞ്ചരിക്കാറ്. എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും സാധിക്കും. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് 2വിനായി ഇന്ത്യയും റഷ്യയും പരിശ്രമിക്കുകയാണ്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന മിസൈലായിരിക്കും ബ്രഹ്മോസ് 2. ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി കൂടിയായ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമിനുള്ള ആദരമായി ബ്രഹ്മോസ് 2K എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത്. 2005ലാണ് ബ്രഹ്മോസിന്റെ ആദ്യ പതിപ്പ് പരീക്ഷിച്ചത്. INS രജപുത്തിൽ നിന്നായിരുന്നു അത്. 2007 കരയിൽ നിന്നുള്ള പരീക്ഷണവും 2015 കടലിൽ നിന്നുള്ള പരീക്ഷണവും നടന്നു. 2017 സുഖോയ് 30യിൽ നിന്നും ബ്രഹ്മോസ് പരീക്ഷിച്ചു. മിഗ്, തേജസ് വിമാനങ്ങളിലും ഉപയോഗിക്കാനാകുന്ന ഭാരം കുറഞ്ഞ മിസൈലായിരിക്കും ബ്രഹ്മോസ് 2. ഈ മിസൈലിൽ ദൂരപരിധി 350 കിലോമീറ്ററിൽ നിന്നും 400ലേക്ക് ഉയരുകയും ചെയ്യും. തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് ഇന്ത്യ. നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് രാജ്യത്തെ സൈനിക ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ US-ഉം ഫ്രാൻസും അർമേനിയയുമാണ്. രാജ്യത്തിനുള്ളിലെയും പുറത്തെയും ആവശ്യകതകൾ മുന്നിൽ കണ്ട് പ്രതിരോധ ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിരോധ മന്ത്രാലയം ഊന്നൽ നൽകുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികളിൽ നിർമ്മിച്ച വിമാനങ്ങൾ, ഹെലികോപ്റ്റർ എന്നിവയുടെ ഭാഗങ്ങളാണ് കൂടുതലായും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഉൾപ്പെടുന്നത്.
ആഗോള പ്രതിരോധ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് തുടങ്ങിയ കമ്പനികളാണ് ഇവയുടെ പ്രധാന ആവശ്യക്കാർ. ഫ്രാൻസിലേക്ക് കയറ്റി അയക്കുന്നത് സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ്. അതേസമയം ATAGS പീരങ്കികൾ, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം, ആയുധങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്വാതി റഡാറുകൾ മുതലായവയാണ് അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. 2014-15 കാലയളവ് മുതൽ രാജ്യത്തെ ഉൽപാദന മൂല്യം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2014-15 കാലയളവിൽ ഇന്ത്യൻ കമ്പനികൾ 46,429 കോടിയുടെ ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് നിർമ്മിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് 1,27,265 കോടിയായി വർദ്ധിച്ചു. ഇതിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം 21%. LCA ഫൈറ്റർ ജെറ്റ്സ്, വിമാനവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റം, ആയുധങ്ങളെ കണ്ടെത്തുന്ന റഡാറുകൾ, ആകാശ് മിസൈൽ സിസ്റ്റം എന്നിങ്ങനെയുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ നേട്ടത്തിൽ ഇന്ത്യക്കാരായ നമുക്കും അഭിമാനിക്കാം. നന്ദി.